18ാമത്തെ അടവും പയറ്റി നോക്കിയിട്ടും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയതോടെ നാണം കെട്ട് തിരികെ വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് എക്കാലവും സൗഹൃദമുണ്ടെന്നും ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ ആശങ്കപ്പെടാൻ ഒന്നും തന്നെയില്ലെന്നുമാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. തീരുവ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ, റഷ്യ, ചൈന കൂടിക്കാഴ്ച ട്രംപിനെ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ത്യ-US ബന്ധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ഇതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ട്രംപിന്റെ ഈ നല്ല മനോഭാവത്തെ അംഗീകരിച്ച് മോദി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധം തന്നെയാണുള്ളതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും താൻ മോദിയുടെ ഒരു നല്ല സുഹൃത്തായിരിക്കുമെന്നും അതുപോലെ തന്നെ മോദി ഒരു മഹാനായ പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യ-അമേരിക്ക ബന്ധം ഏറെ ഗുണകരവും അതുപോലെ തന്നെ ഭാവി ലക്ഷ്യം വെച്ചുള്ളതാണെന്നുമാണ് മോദിയുടെ കുറിപ്പിൽ പറയുന്നത്. ഇന്ത്യയിലെ എണ്ണ ലോബികൾ റഷ്യയ്ക്ക് വേണ്ടി ഇന്ത്യയെ എണ്ണ സംസ്കരണ ഹബ്ബാക്കി മാറ്റിയെന്നും അതുപോലെ തന്നെ ബ്രാഹ്മണർ വലിയ ലാഭമാണ് കൊയ്യുന്നതെന്നും അമേരിക്ക വൈറ്റ് ഹൗസിലെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ആരോപിച്ചു. എന്നാൽ ഇന്ത്യ ഈ പ്രസ്താവനയെ തള്ളുകയും ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജൂൺ 17 ശേഷം ഇതാദ്യമായാണ് മോദിയും ട്രംപും പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തന്നെ നിരാശപ്പെടുത്തുന്നു എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്.